എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ വീഡിയോയിൽ ട്രൈ ചെയ്യാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്കൊന്ന് കാണാം, വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് ഈ വേർഡ് ക്ലൗഡ് എന്നുള്ള ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന് താഴെ വേർഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ പേരുകളിലൂടെ കൊടുത്തിട്ടുണ്ടാവും. മോർണിംഗ്, വേക്കപ്പ് അങ്ങനെ തുടങ്ങി കുറേ കൊടുത്തിട്ടുണ്ടാവും. നമുക്കത് ആവശ്യമില്ലെങ്കിൽ ആ മോളിൽ കൊടുത്തിരിക്കുന്ന 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ഓൾ കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള പേരുകൾ മൊത്തം പോയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്ത് പേരാണോ അതിൽ ചേർക്കേണ്ടത് ആ പേരും അടിക്കാം. ഞാനിപ്പോൾ ഞങ്ങളുടെ പേരും ചാനലിൻ്റെ പേരാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പേര് അടിച്ചതിന് ശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ ആ പേര് സേവ് ആവും. നമ്മളിപ്പോൾ 3 പേരുടെ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബാക്ക് അടിക്കുകയാണെങ്കിൽ അതിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ ഏതൊക്കെ പേരാണോ അടിച്ചത് ആ പേര് മൊത്തം ഈ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിൻ്റെ കളർ മാറ്റണമെങ്കിൽ താഴെ ഓപ്ഷൻ ഉണ്ട്, കളർ എന്ന് തന്നെ ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് കുറേ കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ കളർ നമുക്ക് നമ്മുടെ പിക്ചറിൽ ഇടാം. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള കളർ അല്ലെങ്കിലും നമുക്ക് ഒന്നിലേറെ കളർ ഇന്നത്തെ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സൈഡിൽ ഷേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുന്ന പോലെ സ്മൈലി ഉണ്ടാവും. അതുപോലെ തന്നെ ഫേസിൻ്റെ ഷേപ്പ്, കാറിൻ്റെ, അതേപോലെ കുറേ ഷേപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് നമുക്ക് ഇതിന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫോണ്ട്, നമുക്ക് ഇതിൽ കുറേയധികം ഫോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏത്, നമുക്ക് നമ്മുടെ ഫോണിന് ഏത് ഡിസൈൻ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഇതിലൂടെ. അപ്പോൾ ഞാനൊരു 2-3 ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് നമുക്കിതിൽ കാണാവുന്നതാണ്. പിന്നെ അതർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ തന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് ബോർഡറും ഇതിൻ്റെ റൊട്ടേഷനും എല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ സെറ്റിങ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വേർഡ് ക്ലൗഡ് എന്ന ആപ്പ്. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള പേരിനകത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറ്, ഫോണ്ട് എല്ലാം നമുക്ക് മാറ്റി ഇതൊന്ന് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഷെയർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ തുടങ്ങി എല്ലാ മീഡിയാസിൻ്റെയും ഓപ്ഷൻ വരുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെ ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പ് എടുത്ത് അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് നമുക്ക് സ്റ്റാറ്റസ് ആക്കി ആർക്കും ഷെയർ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ വേർഡ് ക്ലൗഡ് എന്ന ആപ്പ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണിത്. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇപ്പോൾ ഓരോരുത്തർ അവരുടെ ക്ലാസ്സിലെ എല്ലാവരുടെയും പേര് ഒരുമിച്ച് ഇങ്ങനെ സ്റ്റാറ്റസ് ആക്കി ഇടാറുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്താണ് ഇത് കുറേ പേർക്ക് ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.